ഇതാ മക്കളെ, അപ്പൊ ഈ ഒരു ചോദ്യം നോക്കിക്കേ, ഇത് 2025 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ അസേർഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആൻഡ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്, ദെൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് പ്ലസ് ലോഗ് എക്സ്, വേർ ഡൊമൈൻ ഓഫ് എഫ് പ്ലസ് ജി ഇസ് ആർ. ഇനി റീസൺ പറഞ്ഞിരിക്കുന്നത് എന്താ? ഡൊമൈൻ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് ജി. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം റീസൺ നോക്കാം. റീസൺ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൊമൈൻ ഓഫ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ഡൊമൈൻ ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡൊമൈൻ ഓഫ് ജി. അതെന്ന് പറയുന്നത് ബേസിക് ഡെഫിനിഷൻ ആണ് മക്കളെ. നമുക്കറിയാം എഫ് പ്ലസ് ജി ആയിക്കോട്ടെ, എഫ് മൈനസ് ജി ആയിക്കോട്ടെ, എഫ് ബൈ ജി ആയിക്കോട്ടെ, എഫ് ഇൻറ്റു ജി ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻസിന്റെ ആൽജിബ്രായിക് ഓപ്പറേഷൻസിലേക്ക് നമ്മൾ കടന്നാൽ ഓക്കെ, അതെല്ലാം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് രണ്ടാൾക്കാരുടെയും ഡൊമൈനിന്റെ ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഫംഗ്ഷൻസും കോമൺ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നിടത്ത് മാത്രമേ എഫ് പ്ലസ് ജി എം, എഫ് മൈനസ് ജി എം, എഫ് ഇൻറ്റു ജി എം, എഫ് ബൈ ജി ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി എഫ് ബൈ ജി വരുമ്പോൾ നമുക്കറിയാം ജി നോട്ട് ഈക്വൽ ടു 0 കൂടെ വരണം എന്ന് എക്സ്ട്രാ കണ്ടീഷൻ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇവരുടെ രണ്ടുപേരുടെയും ഡൊമൈൻ്റെ ഇന്റർസെക്ഷനിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ മക്കളെ? ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. സോ റീസൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ട്രൂ ആണ്. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ കാരണം രണ്ടിന്റെയും രണ്ട് ഫംഗ്ഷനുകളുടെ അഡീഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന അവരുടെ ഡൊമൈനുകളുടെ ഇന്റർസെക്ഷനിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് റീസൺ ഈസ് ട്രൂ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാം. റീസണിന്റെ കേസ് എന്താണ് മക്കളെ? റീസണിന്റെ കേസ് എന്ന് പറയുന്നത് റീസൺ ഈസ് ട്രൂ. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത് എന്തിലേക്ക് കിടക്കാം? അസേർഷനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത അസേർഷൻ ആണ് നോക്കുന്നത്. അസേർഷൻ നമുക്ക് റീസൺ വെച്ച് തന്നെ നോക്കാം. ഓക്കെ മക്കളെ, റീസൺ എന്ന് പറയുന്നത് എന്താ? രണ്ടാൾക്കാരുടെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡൊമൈനുകളുടെ ഇന്റർസെക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഡൊമൈൻസ് ഒന്ന് കണ്ടുപിടിക്കാം. സോ എഫ് ഓഫ് എക്സ് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് ആണ്. സോ ഡൊമൈൻ ഓഫ് എഫ്, എഫിന്റെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താ? ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് വരുമ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? പോസിറ്റീവ് വരാം, നെഗറ്റീവ് വരാം, 0 വരാം. സോ ഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. ഇനി നമുക്ക് ജി ഓഫ് എക്സ് നോക്കാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ്. ഓക്കെ, അപ്പൊ ഡൊമൈൻ ഓഫ് ജി എന്താണ് മക്കളെ? ലോഗ് എവിടെയാ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ലോഗ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിനാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to ഇൻഫിനിറ്റി ആണ്. എന്താ മക്കളെ? 0 to ഇൻഫിനിറ്റി ആണ് വരുന്നത്. ഓക്കെ, സോ നമ്മളുടെ ഇവിടെ എന്ത് പറയാം നോക്കിക്കേ. സോ ബൈ റീസൺ നമുക്ക് പറയാൻ പറ്റും ഡൊമൈൻ ഓഫ് എഫ് പ്ലസ് ജി എന്ന് പറയുന്നത് എന്താണ്? ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ ആണ്. സോ ആർ ഇന്റർസെക്ഷൻ 0 to ഇൻഫിനിറ്റി ആണ്. അതെന്താണ്? 0 to ഇൻഫിനിറ്റി ആണ്, ആർ അല്ല. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം മക്കളെ? അസേർഷൻ ഈസ് ഫാൾസ്. ഓക്കെ, സോ ഇവിടെ റീസൺ ട്രൂ ആണ്, അസേർഷൻ എന്താണ് മക്കളെ? ഫാൾസ് ആണ്. ഓക്കെ.